ചില സഹോദരങ്ങൾ ബൈബിളിലെ 66 പുസ്തകങ്ങളെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ബൈബിളിൽ 73 പുസ്തകമുണ്ട് എന്ന് അവർ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എന്തുകൊണ്ട് കത്തോലിക്ക തിരുസഭ 73 ഗ്രന്ഥത്തെ കാനോനികമായി പ്രഖ്യാപിച്ചു. അതിന്റെ കാരണം എന്തെന്നറിയാം? ഈശോ മിശിഹ കോട്ട് ചെയ്ത പല കൊട്ടേഷൻസും ഈ 66-ലില്ല. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞില്ലേ, ഓശാന തിരുനാളിൽ അവർ വസ്ത്രം വഴിയിൽ വിരിച്ചു. അത് മക്കമാരുടെ പുസ്തകത്തിലാണ് അതിന്റെ റെഫറൻസ് ഉള്ളത്. ആ മക്കമാരുടെ പുസ്തകം അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആളുകൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുമോ? ഈശോ മിശിഹ കോട്ട് ചെയ്ത അനേക റെഫറൻസസ് ഈ അപ്പോക്രിഫ എന്ന് ചില ആളുകൾ വിളിക്കുന്ന ആ കത്തോലിക്ക തിരുസഭ കാനോനികമായി അംഗീകരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നാണ്. മനസ്സിലായി? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ ഈ സദൂക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. സദൂക്കാരങ്ങളല്ലേ പറഞ്ഞേ? എന്നാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ബൈബിളിലുള്ളത് മക്കമാരുടെ പുസ്തകത്തിലാണ്. അത് അവർക്കില്ല. അവർ ബൈബിളിൽ കുറച്ചേ എടുക്കൂ. ഇതിനകത്ത് ഒരു അബദ്ധം നമ്മൾ മനസ്സിലാക്കണം. ആരെയും വിമർശിക്കാൻ വേണ്ടി പറയില്ല. അബദ്ധം ഇതാണ്: നമുക്ക് പൂർണ്ണമായി യേശു നമുക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാവാതെ പോവും.